നമസ്കാരം. ഞങ്ങളിതേ രാവിലെ ഹോട്ടൽ ആര്യാസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. ഇത് അങ്കമാലിയാണ് കേട്ടോ സ്ഥലം. ഒരു യാത്രയിലാണ് 2 ദിവസത്തെ. മെയിനായിട്ട് കുറച്ച് അമ്പലങ്ങളിൽ പോയിട്ട് വരാനുള്ള പരിപാടിയിലാണ്. പോകുന്ന വഴിക്കാണ് കുത്താമ്പുള്ളി. അപ്പം കുത്താമ്പുള്ളിയുടെ ഒരു ചെറിയ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും കുത്താമ്പുള്ളിയെ പറ്റിയൊക്കെ. എന്നാലും അറിയാത്തവർക്കായിട്ടൊന്ന് പറയുകയാണ്. കുത്താമ്പുള്ളി എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്. കൈത്തറി നെയ്ത്തിന് പേരുകേട്ട ഗ്രാമമാണ് കുത്താമ്പുള്ളി. ഇതിപ്പം ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ഭംഗിയാണ് കാണാന്. ദേ കണ്ടോ, മലകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ കാണാൻ എന്താ പറയാ, ഈ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. പിന്നെ ദേ ഇത് കേരളത്തിലെ ആദ്യത്തെ ടണലായ കുതിരാൻ ടണലാണ്. തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയ്ക്കായിട്ട് 2 ടണലുണ്ട് ഇവിടെ. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കേട്ടോ പോകുന്നത്. നല്ല ഭംഗി തോന്നിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. റോഡും വലിയ കുഴപ്പമില്ലാത്തത് ആയതുകൊണ്ട് യാത്രയ്ക്ക് അത്ര കുഴപ്പം തോന്നത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഹൈവേയിൽ നിന്നും ഇടറോഡിൽ കയറി. ഇതൊക്കെ പിന്നെ നല്ല ഗ്രാമീണ ഭംഗി തോന്നിക്കുന്ന സ്ഥലങ്ങളാണ്. നെൽപ്പാടങ്ങളും പുഴകളും എന്താ പറയുക, ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ എന്നൊക്കെ പറയാം. പോകുന്ന വഴിക്ക് ഇവിടുത്തെ സ്ഥലപ്പേര് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. തോണിക്കടവ്, പ്ലാഴി, പിന്നെ പഴയന്നൂർ റോഡ്, അതുവഴിയൊക്കെയാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. ദേ ഞാറൊക്കെ നട്ടേക്കുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്തന്നേ ഉള്ളൂ. അപ്പം ദേ കുത്താമ്പുള്ളി റോഡിലേക്ക് കയറി. അന്നേരം തൊട്ട് പിന്നെ അങ്ങോട്ട് റോഡിൻ്റെ 2 സൈഡിലും ഫുൾ പരസ്യങ്ങൾ കാണാം. അവിടെയുള്ള ഓരോ കടകളുടെയും. ദേ കണ്ടോ, ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് കേട്ടോ ഇത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് കുത്താമ്പുള്ളിയിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യണമെന്നുള്ളത്. ട്രഡീഷണൽ വസ്ത്രങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് നല്ലത് ഇവിടെയാണെന്ന് തോന്നി. പുറം രാജ്യങ്ങളിലൊക്കെ അത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും സെലക്ഷൻ കുറവായിരിക്കും, റേറ്റും കൂടുതലായിരിക്കും. നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് ബെറ്റർ. ആദ്യം ഈ ഒരു ഷോപ്പിലാണ് കയറിയത്. ഇത് AR ഹാൻഡ്ലൂംസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതിശയപ്പെട്ടു പോകും ഇവിടുത്തെ കളക്ഷൻസ് കണ്ടാൽ. ദേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വെറൈറ്റി ഡിസൈനിലുള്ള സെറ്റ് മുണ്ടുകളാണ് ഇത്. ഞങ്ങൾ അവിടെ പോയ സമയം എന്ന് പറയുന്നത് വിഷുവോ ഓണോ അങ്ങനത്തെ സീസൺ ഒന്നും അല്ലായിരുന്നു. എന്നാൽ പോലും ഡ്രസ് കളക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കടകളിലൊന്നും കാണാത്ത രീതിയിലുള്ള ഡിസൈനുകളൊക്കെയാണ് സെറ്റ് മുണ്ടുകളിലും സെറ്റ് സാരികളിലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കൺഫ്യൂഷനാവും ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് സെലക്ഷൻ ഉള്ളപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഡിസൈനുകൾ തന്നെയാണെന്ന് പറയാം. കുത്താമ്പുള്ളിയെ പറ്റി ഞാൻ അറിയുന്നത് വീഡിയോസിലൂടെ തന്നെയാണ്. ഒരുപാട് പേര് വ്ളോഗ്സൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അല്ലാതെ ഇവിടെ വന്നിട്ടുള്ള ആരോടെങ്കിലും നേരിട്ട് ചോദിച്ച് കടകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നും വന്നതല്ല. അതുകൊണ്ട് ഏത് കടയിലാണ് കൂടുതൽ സെലക്ഷൻ ഉള്ളത് അങ്ങനെയൊന്നും അറിയത്തില്ല. പലരും വ്ളോഗിൽ തന്നെ പറയുന്നുണ്ട് പല കടകളിൽ കയറി നോക്കണം എന്നാലേ അറിയാൻ പറ്റൂ. ഇപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇവിടുത്തെ കടകളുടെ തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഉള്ള വീഡിയോസൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറേ കടകളുടെ പേരൊക്കെ അറിയാം. അവരുടെ കുറേ കളക്ഷൻസൊക്കെ കാണിക്കുമല്ലോ. അങ്ങനെ കുറച്ച് കടകളൊക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇവിടെയുള്ള എല്ലാ കടകളിലൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ തന്നെ ഉച്ച സമയമൊക്കെ ആയി. ഞാൻ പറഞ്ഞില്ലേ, വേറെ യാത്ര പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ ഷർട്ടുകളും കുർത്ത സെറ്റും ഒക്കെയാണ്. മ്യൂറൽ വർക്കൊക്കെ ചെയ്ത ഷർട്ട്സൊക്കെയാണിത്. പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ധാവണി സെറ്റ് കിട്ടും, കുട്ടികൾക്കായിട്ടുള്ള പട്ടുപാവാട. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ, അല്ലാതെ സാരികളുണ്ട്, കോട്ടൺ സാരികൾ, റെഡിമെയ്ഡ് ചുരിദാറുകൾ, അല്ലാതെ മെറ്റീരിയലായിട്ടും കിട്ടും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വേണ്ടിയുള്ള ഡ്രസ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് വന്ന കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. അതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാതെ കുറച്ച് മാത്രം ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ കടകളിലും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ.
അത് കഴിഞ്ഞ് ബില്ലടിക്കാൻ ചെന്നപ്പോഴാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ ഒരു കാര്യം കണ്ടത്. ഒരു അങ്കിൾ ഇരുന്ന് ഇങ്ങനെ നെയ്യുന്നത് കണ്ടത്. അത് കഴിഞ്ഞ് പേയ്മെൻ്റ് ഒക്കെ നടത്തിയതിന് ശേഷം അവിടെ നിന്നിറങ്ങി. ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വേറെ കടകളിൽ കൂടി ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒന്നും പറ്റിയത് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് ഇവിടെ തന്നെ വന്നാൽ മതിയല്ലോ. ഓരോ കടകളും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലുള്ളൊരു സമയമായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ദാഹമുണ്ട്. ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരു കടയിൽ കയറിയതാണ്. ഇപ്പം കയറിയ ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ കൂൾ ബാർ പോലെ ഉണ്ടായിരുന്നു, അവിടെ കയറിയതാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇവിടേക്ക് വന്നത്. ഇനിയിപ്പം വേറെ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കും കുറേ കടകളുണ്ട് രണ്ട് സൈഡിലായിട്ടും. അതുപോലെ വലിയ വലിയ പരസ്യ ബോർഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ. ഇതിപ്പം വേറെ ഒരു കടയിൽ കയറിയതാണ്. ഇവിടെ അത്രയ്ക്കൊരു സെലക്ഷൻ കണ്ടില്ല, അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒരു കടയിലും കൂടി കയറി. അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല, അവിടെയും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് ഹോൾസെയിൽ ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരേപോലത്തെ ഡ്രസ് കോഡൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ഇവിടെ കിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് രാമചന്ദ്ര ഹാൻഡ്ലൂംസിലാണ്. അവിടെയും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഷർട്ട്സിലൊക്കെ മ്യൂറൽ വർക്ക് വരുന്ന ഡിസൈനൊക്കെ ഇതിനു മുന്നേ കുറേ ഓൺലൈനിലും അല്ലാതെ കടകളിലും ഒക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ പറ്റിയതൊന്നും കിട്ടിയിട്ടില്ല. കുറേ കടകളിൽ അന്വേഷിച്ചപ്പോഴും അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ കടകളിലൊക്കെ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ. പിന്നെ ഞങ്ങൾക്കൊരു കോംബോ ഡ്രസ്സ് വേണമായിരുന്നു, അജ്രക് മെറ്റീരിയലുള്ളത്. അത് നേരത്തെ പോയ കടയിൽ ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു. അജ്രക് മെറ്റീരിയൽ വെച്ചുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷെ കോംബോ ആയിട്ടില്ലായിരുന്നു. ഇവിടെ ചോദിച്ചപ്പോൾ വലിയവർക്കുള്ളതുണ്ട്, പക്ഷെ കുട്ടികൾക്കില്ല എന്ന് പറഞ്ഞു. വലിയവർക്കുള്ളത് നോക്കിയപ്പോഴും ഡിസൈനിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു എല്ലാവർക്കും വേണമെങ്കിൽ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അതാകുമ്പോൾ സെയിം മെറ്റീരിയലിൽ എല്ലാവർക്കും ചെയ്യാമല്ലോ. അവിടെ തന്നെ തയ്ച്ച് അവർ കൊറിയറും അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ, അത് മതിയെന്ന് പറഞ്ഞ് മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. 1 വീക്കിൽ കൊറിയർ വീട്ടിലെത്തുമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് വേറെ ചെറിയൊരു പർച്ചേസൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും AR ഹാൻഡ്ലൂംസിൽ തന്നെ പോയി. അവിടെ തന്നെ ബാക്കി ഐറ്റംസ് കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് നല്ല രീതിയിൽ സെലക്ഷൻ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും അവിടെ തന്നെ പോയത്. അപ്പോഴത്തേക്ക് സമയം വൈകുന്നേരമായി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു യാത്രയുടെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ഇവിടുത്തെ കടകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. വീഡിയോസും കുറച്ചേ എടുക്കാൻ പറ്റിയുള്ളൂ. ഇതെല്ലാം കൊച്ചു കുട്ടികളുടെ പട്ടുപാവാടകളാണ്, റെഡിമെയ്ഡ് ആണെല്ലാം. ഇതൊക്കെ മുണ്ടുകളാണ് കേട്ടോ. അതും നല്ല വെറൈറ്റി ഡിസൈനൊക്കെ ഉള്ള മുണ്ടുകൾ. പണ്ടൊക്കെ കിട്ടുന്ന സെറ്റ് മുണ്ടുകളെന്ന് പറഞ്ഞാൽ ഒന്നിൽ കസവ അല്ലെങ്കിൽ കരയുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ അതിലെ ഡിസൈനൊക്കെ കാണുമ്പോൾ. അപ്പം കടയൊക്കെ അടയ്ക്കാറായി. ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയും ബില്ലും കൂടിയേ ഉള്ളൂ. അപ്പം കുത്താമ്പുള്ളിയിലേക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ പോകുന്നത്. പോകുവാണെങ്കിൽ രാവിലെ പോകുന്നതായിരിക്കും നല്ലത്. ഒരു 1 ഡേ അവിടെ സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ പോകുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരുപാട് കടകളുണ്ട്. പല കടകളിൽ കയറി നോക്കിയാലേ അറിയാൻ പറ്റൂ നമ്മുടെ ചോയ്സിനുള്ള ഡ്രസ്സൊക്കെ എവിടെ കിട്ടുമെന്ന്.
ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഈ കുത്താമ്പുള്ളി ഹാൻഡ്ലൂംസ് എന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണുമ്പോൾ അത് കുത്താമ്പുള്ളിയിലുള്ള ഏതെങ്കിലും ഒരു കട മാത്രമായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഇത്രയും കടകളൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നെയാണ് അറിഞ്ഞത്, പലരുടെയും വ്ളോഗ്സ് ഒക്കെ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പം എനിക്ക് ഇന്ന് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ഹറിബറി ആയിപ്പോയി. ഒരു കാര്യം പറയാം, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്, ശരിക്കും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സെലക്ഷൻ ഉണ്ട് ഇവിടെ. എന്തായാലും നല്ലൊരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു. വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. താങ്ക്